സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. രാജ്യത്ത് നിലവിൽ ഏറ്റവുമധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ രോഗബാധിതർ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ്. സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. രാജ്യത്താകെ 1010 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്ന് നിർദ്ദേശമുണ്ട്. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തി. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നതോടെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മോൺസൺ വിഷൻ. അമ്മച്ചി വിശക്കുന്നു. നീ കുഞ്ഞിന് എന്തെങ്കിലും എടുത്തു കൊടുത്തേ. എന്നാ ജോർജൂട്ടിയെ, നിനക്ക് അവള് വായിക്ക് രുചിയാമണം എല്ലാം വെച്ചുണ്ടാക്കി തരുവോടാ? അതെല്ലാം പറഞ്ഞില്ലാടി, എല്ലാം വെച്ചു കൊടുക്കും. പക്ഷേ അമേരിക്കൻ സ്റ്റൈൽ ആയിരിക്കുമെന്നേ ഉള്ളൂ. അമ്മച്ചി, ഇന്നത്തെ പാചകം എന്റെ വകയാ. കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാമോ ഇല്ലെന്ന്. കൊള്ളാമല്ലോടുള്ളതിന്റെ കൈപുണ്യം. ഇത് എന്റെ കൈപുണ്യം മാത്രമല്ല, ന്യൂഡേയുടെ രുചിക്കൂട്ട. അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്. ന്യൂഡേ. ഏടാ ജോർജൂട്ടി, നമ്മുടെ നാട്ടിൽ കിട്ടോടാ ഈ ന്യൂഡേയുടെ ഐറ്റംസ് ഒക്കെ? അമേരിക്കയിൽ മാത്രമല്ല, കേരളത്തിലും കിട്ടും. Experience the true essence of Indian spices and herbs with New Day spices, where every day is a new day for taste.